നമസ്കാരം. നിർമ്മിത ബുദ്ധി മേഖലകൾ കുതിക്കുന്നു. ജനറേറ്റീവ് AI-യിൽ അതിവേഗം വികസിക്കുന്ന വിപണിയിലേക്ക് ഇന്ത്യയും എത്തുകയാണ്. ഇനി ഇന്ത്യയിൽ വമ്പൻ ട്വിസ്റ്റുകളാകും ഉണ്ടാവുക. നിർമ്മിത ബുദ്ധിയിൽ വൻ കുതിപ്പിനാണ് നമ്മുടെ രാജ്യം ഒരുങ്ങുന്നത്. പഠനങ്ങൾ പ്രകാരം 2027ഓടെ ജനറേറ്റീവ് AI മേഖലയിൽ ചിലവ് $26 ബില്യൺ ഉയരാനാണ് സാധ്യത. 95.4% ഈ കാലയളവിലെ സംയുക്ത വാർഷിക വളർച്ചാ നിരക്ക്. അപ്പോൾ എന്തുകൊണ്ട് ഈ ജനറേറ്റീവ് AI എന്നതിലേക്ക് വരികയാണെങ്കിൽ നിർമ്മിത ബുദ്ധിയെ നവീകരിക്കുന്നതിനും അതേപോലെ തന്നെ സാങ്കേതിക പുരോഗതി കൈവരിക്കുന്നതിനും ജനറേറ്റീവ് AI നിർണായക പങ്ക് വഹിക്കും. ഡാറ്റ വിശകലനം ചെയ്യുന്നതിനും അതുപോലെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനുമാണ് AI. പക്ഷേ ക്രിയേറ്റീവ് ഉള്ളടക്കങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതാണ് ജനറേറ്റീവ് AI എന്ന് പറയുന്നത്. അപ്പോൾ വളരുന്ന മേഖലകളിൽ ഇന്ത്യയുടെ സാന്നിധ്യം സ്ഥാനമുറപ്പിക്കാൻ ഇന്ത്യ വലിയ ശ്രദ്ധയാണ് കൊടുക്കുന്നത്. എന്തൊക്കെ പുതിയ ഒരു വിപുലീകരണം അല്ലെങ്കിൽ പുതിയ മേഖലകൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് ഇന്ത്യയുടെ ഒരു സംഭാവന വലിയ രീതിയിൽ തന്നെയാണ്. എന്തായാലും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2 വർഷത്തിനുള്ളിൽ ജനറേറ്റഡ് AI-യിലെ നിക്ഷേപം വലിയ രീതിയിലാകും എന്നും സുസ്ഥിരത കൈവരിക്കുമെന്നുമാണ് അറിയാൻ കഴിയുന്നത്. ചൈനയെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യയും ജപ്പാനും വരും വർഷങ്ങളിൽ അതിവേഗം വികസിക്കുന്ന വിപണികളായിട്ട് മാറുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ജനറേറ്റഡ് AI വ്യവസായങ്ങളിൽ വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. സോഫ്റ്റ്വെയർ വികസനം മുതൽ ഉപഭോക്തൃ സേവനം വരെ ഇതുവഴി ലഭ്യമാകുന്നു എന്നത് എടുത്തു പറയണം. നവീകരണത്തിന്റെ ഒരു പുതിയ പാതയിലാണ് ജനറേറ്റീവ് AI തുടക്കം കുറിക്കുന്നത്. ദക്ഷിണേഷ്യയിൽ AI ഗവേഷണ മേഖലയിൽ വമ്പൻ സംഭാവനകൾ നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ വർഷം $3.24 ബില്യൺ സമാഹരിച്ചത്. ഇതോടെ ഏറ്റവും കൂടുതൽ AI നിക്ഷേപമുള്ള 5ാമത്തെ രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട്. സംഭാഷണ AI പ്ലാറ്റ്ഫോം, AI ആരോഗ്യ പരിശോധനാ പ്ലാറ്റ്ഫോം, റോബോട്ടിക്സ് ഇതെല്ലാം ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പുകളിൽ പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ ഒരു 10 വർഷത്തിനകം തന്നെ AI-യിൽ സർവാധിപത്യം നേടുമെന്ന് വിദഗ്ധർ ഇതിനോടകം തന്നെ വിധിയെഴുതിയിട്ടുണ്ട്. എല്ലാ മേഖലയിലുമുള്ള AI സാധ്യത ലോകത്തെ ഒന്നാകെ മാറ്റിമറിക്കുമെന്നതാണ് ഒരു വാസ്തവം. ആ വാസ്തവം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലകളെയും നിയന്ത്രിക്കാനാകുന്ന രീതിയിൽ AI സാങ്കേതിക വിദ്യ വികസിക്കുമെന്നാണ് നമ്മുടെ ഇസ്രോ മേധാവി S സോമനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. AI മെഷീൻ ലേണിംഗ് ഭാവിയിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന തരത്തിൽ എത്തുമെന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വലിയ പ്രാധാന്യം തന്നെയാണ് ഇപ്പോൾ നൽകി വരുന്നത്. കാരണം മാറുന്ന ലോകത്തിനനുസരിച്ചിട്ട് യുവാക്കൾക്ക് ഈ രംഗത്ത് വമ്പൻ സാധ്യതകൾ തുറന്നു കൊടുക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. നമുക്കറിയാം, സെമി കണ്ടക്ടർ മിഷൻ, നാഷണൽ ക്വാണ്ടം മിഷൻ തുടങ്ങിയ യുവാക്കൾക്കായിട്ട് ധാരാളം സാധ്യതകൾ തുറന്നിടുന്നുണ്ട്. പുതിയ കണ്ടെത്തലുകൾക്കും അതുപോലെ പരീക്ഷണങ്ങൾക്കുമൊക്കെ നമ്മുടെ രാജ്യം മുൻകൈ എടുക്കുന്നുണ്ട്. AI-യുടെ പുതിയ സാധ്യതകൾ ഇന്ത്യയിലെ യുവാക്കൾക്ക് വിദ്യാലയങ്ങളിൽ ഗുണകരമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതും. നമുക്കറിയാം, 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുക എന്നൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് രാജ്യം. അപ്പോൾ ആ യാത്രയിൽ സ്റ്റാർട്ടപ്പുകൾക്കും ഈ പറഞ്ഞ AI സാധ്യതകൾക്കും ഒക്കെ വലിയ സ്ഥാനം തന്നെയാണുള്ളത്. പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ AI സാധ്യതയ്ക്കായിട്ട് ഒരുപാട് പണമാണ് ഒഴുക്കുന്നത്. നിർമ്മിത ബുദ്ധിയിൽ വലിയ ശ്രദ്ധയാണ് കേന്ദ്രീകരിക്കുന്നത്. ചൈന ഇക്കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ലോകത്തിന്റെ പുത്തൻ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ത്യയും ഓരോ ചുവടുകൾ കൃത്യതയോടെയാണ് മുന്നോട്ട് വെക്കുന്നത്. നിർണായക മേഖലകളിലെ AI ആപ്ലിക്കേഷനുകളെ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും വമ്പൻ നീക്കങ്ങളാണ് നമ്മുടെ രാജ്യം നടത്തുന്നത്. AI-യിൽ ഒന്നാമതെത്താൻ AI മിഷനുമായിട്ട് ഇന്ത്യ എത്തിയത് വെറുതെയല്ല. അത് തെളിയിക്കുന്ന ധാരാളം വിജയങ്ങൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശീയമായ ലാർജ് മൾട്ടി മോഡലുകളുടെയും ഡൊമൈൻ അധിഷ്ഠിത അടിസ്ഥാന മോഡലുകളുടെയും ഒക്കെ വികസനവും വിന്യാസവും നമ്മുടെ രാജ്യം ലക്ഷ്യം വെക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷകർക്കും ഒരുപാട് സാധ്യതകൾ തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ AI-യിൽ ഇന്ത്യ അക്ഷീണം പരിശ്രമിക്കുകയാണ്. AI-യുടെ നല്ല സാധ്യതകൾ എങ്ങനെ ഇന്ത്യയുടെ വലിയ വികാസത്തിന്, ഇന്ത്യയുടെ മുന്നേറ്റത്തിന് ഉതകുന്ന രീതിയിൽ മാറ്റിയെടുക്കാം എന്ന് തന്നെയാണ് ഇന്ത്യ നോക്കുന്നതും. രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് വലിയൊരു വികസന കുതിപ്പിലേക്കാണ് രാജ്യം ലക്ഷ്യം വെക്കുന്നതും. അപ്പോൾ AI-യിൽ ഇന്ത്യ ഒന്നാമതെത്തട്ടെ. AI-യുടെ വമ്പൻ സാധ്യതകൾ ഇന്ത്യക്കും ഗുണകരമാകുന്ന രീതിയിൽ വരട്ടെ.